അയാൾക്കൊരു ട്രാഫിക് ബ്ലോക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. നിങ്ങളൊരു ദേശീയ ടീമിനാണ് അയാളുടെ കയ്യിൽ വെച്ചു കൊടുക്കാൻ പോകുന്നത്. 2018 അർജന്റീൻ ദേശീയ ടീമിന്റെ പരിശീലക വേഷം എടുത്തണിയുമ്പോൾ ലയണൽ സ്ക്രോണിയെക്കുറിച്ച് ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണ പറഞ്ഞ വാക്കുകളാണ്. അവിടെ നിങ്ങോട്ട് 8 വർഷക്കാലം 3 പതിറ്റാണ്ടുകളോളം നീണ്ട ആൽവി സെലസിയോയുടെ കിരീട വരൾച്ചയ്ക്ക് വിരാമം കുറിച്ച പടയോട്ടം. ഒരു ലോകകപ്പ്, 2 കോപ്പ അമേരിക്ക കിരീടങ്ങൾ, ഒരു ഫൈനലിസിമ. ഇപ്പോൾ ഇതാ മറ്റൊരു വിശ്വ കിരീടത്തിനരികിൽ. അർജന്റീൻ ഫുട്ബോളിന്റെ തലവര തന്നെ മാറ്റിയെഴുതിയ അതിശയ സഞ്ചാരം ഇന്നൊരു പതിറ്റാണ്ടിനോടടുക്കുന്നു. സാക്ഷാൽ ഡീഗോ മറഡോണയ്ക്ക് പോലും രക്ഷിക്കാൻ കഴിയാത്ത അർജന്റീൻ ഫുട്ബോളിൽ ലയണൽ സ്ക്രോണി അക്ഷരാർത്ഥത്തിൽ ഒരു വിപ്ലവത്തിനാണ് നാന്ദി കുറിച്ചത്. ഒരു ട്രാഫിക് പോലും മാനേജ് ചെയ്യാൻ കഴിയാത്തവനെന്ന് പരിഹാസം കേട്ട ആ മനുഷ്യൻ ഇന്ന് അർജന്റീൻ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിജയകരമായ ഒരു കാലം പൂർത്തിയാക്കിയിരിക്കുകയാണ്. നാളിതുവരെ 103 മത്സരങ്ങളിൽ സ്കൊളോണി അർജന്റീനയുടെ പരിശീലക വേഷമണിഞ്ഞു. അതിൽ 80ലും വെന്നിക്കൊടി പാറിച്ചു. വെറും 9 തോൽവികൾ, 14 സമനിലകൾ, 78 അയാളുടെ വിജയശതമാനം. മേജർ ടൂർണമെന്റുകളിൽ ഒരു നോക്കൌട്ട് മത്സരത്തിൽ അർജന്റീന പരാജയപ്പെട്ടിട്ട് 7 വർഷമായി. 2019 കോപ്പ അമേരിക്ക സെമിയിൽ ബ്രസീലിനോടാണ് അവർ അവസാനമായി ഒരു നോക്കൌട്ട് മത്സരം തോറ്റത്. അതിനുശേഷം കളിച്ച ഒരു മേജർ ടൂർണമെന്റുകളിലും അവരെ നോക്കൌട്ടിൽ തോൽപ്പിക്കാൻ ആർക്കുമായിട്ടില്ല. അതായത് ശേഷം കളിച്ച എല്ലാ മേജർ ടൂർണമെന്റുകളിലും കിരീടമണിഞ്ഞെന്നർത്ഥം. 2021 കോപ്പ അമേരിക്കയാണ് സ്ക്രോണിക്ക് കീഴിൽ അർജന്റീന ഷെൽഫിലെത്തിച്ച ആദ്യ മേജർ ട്രോഫി. അന്ന് ബ്രസീലിനെ അവരുടെ മണ്ണിൽ വെച്ച് കലാശപ്പോരിൽ വീഴ്ത്തിയാണ് കിരീടമണിഞ്ഞത്. തൊട്ടടുത്ത വർഷം ഖത്തറിൽ വിശ്വം ജയിച്ചു. 2024 കോപ്പ അമേരിക്കയും ചൂടിയവർ ഇപ്പോൾ ഇത് 4ാമതൊരു മേജർ ടൂർണമെന്റിന്റെ ഫൈനൽ കൂടി പ്രവേശിക്കുന്നു. 2018 റഷ്യൻ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസിനോട് തോറ്റ് അർജന്റീന പുറത്തായതോടെ കോച്ച് ജോർജ് സാമ്പോളിയുടെ തൊപ്പി അന്ന് തെറിച്ചു. പിന്നെയാണ് സ്ക്ലോണിയുടെ തലയിൽ ആ ചുമതലയെത്തുന്നത്. വലിയ വിമർശനങ്ങളാണ് ഈ നിയമനത്തിനെതിരെ അന്ന് ഉയർന്നത്. മാനേജീരിയൽ കരിയറിൽ വലിയ ട്രാക്ക് റെക്കോർഡുകളൊന്നുമില്ലാത്ത സ്ക്ലോണിയെ പലരും സംശയിച്ചു. 2019 കോപ്പ അമേരിക്കയിൽ ബ്രസീലിനോട് തോറ്റ് പുറത്തായതോടുകൂടി ഈ വിമർശനങ്ങൾ ഉച്ചസ്ഥായിലായി. അയാളെ പുറത്താകണമെന്ന് മുറവിളി ഉയർന്നു. പക്ഷേ അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ അയാളിൽ തന്നെ വിശ്വാസം അർപ്പിക്കാൻ തീരുമാനിച്ചു. ഒടുക്കം FA തന്നിലർപ്പിച്ച വിശ്വാസം അയാൾ കാത്തു. അർജന്റീനയുടെ പതിറ്റാണ്ടുകൾ നീണ്ട കിരീട വരൾച്ചയ്ക്ക് അയാൾ 2021 വിരാമമിട്ടു. 2022 ഖത്തർ ലോകകപ്പിന് മുമ്പ് സ്കലോണിയുടെ കുട്ടികൾ യൂറോ ചാമ്പ്യന്മാരെ ഇറ്റലിയെ പരാജയപ്പെടുത്തി ഫൈനലിസിമ കിരീടമണിയുന്നുണ്ട്. അതൊരു വലിയ സൂചനയായിരുന്നു. ഖത്തർ ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിൽ സൗദിയോട് പരാജയപ്പെട്ടു തുടങ്ങുമ്പോൾ സ്കലോണിയുടെയും അർജന്റീനയുടെയും കഥ തീർന്നു എന്ന് വിധി കുറിച്ചവരാണ് വിമർശകർ. എന്നാൽ സൗദിയോട് തോറ്റ അതേ ലുസൈൽ വെച്ച് സ്കലോണി ആ വിശ്വകിരീടത്തിൽ മുത്തമിട്ടു. 1986 ശേഷം അങ്ങനെ ഒരു അർജന്റീൻ ഫുട്ബോൾ സംഘം ഫുട്ബോൾ ലോകത്തിന്റെ നെറുകയിൽ ഒരിക്കൽ കൂടി കയറി നിന്നു. ആ വർഷം ഫിഫയുടെ ഏറ്റവും മികച്ച കോച്ചിനുള്ള ബഹുമതി സ്കലോണിയെ തേടിയെത്തുന്നുണ്ട്. ലോകകപ്പ് വിജയത്തിന് ശേഷം FA സ്കലോണിയുടെ കരാർ 4 വർഷത്തേക്ക് കൂടി നീട്ടി. അതായത് 2026 ലോകകപ്പ് വരെ. ഇത് ഒരിക്കൽ കൂടി അർജന്റീന മറ്റൊരു വിശ്വ കിരീടത്തിന് അരികിൽ നിൽക്കുമ്പോൾ ഫുട്ബോളിന്റെ മിഷ്യ ലയണൽ മെസ്സിക്കൊപ്പം ആരാധകർ ഒരുപോലെ സ്കലോണിയുടെ പേരും ആഘോഷിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി അയാൾ അർജന്റീനയുടെ ഷെൽഫിലേക്ക് ലോക കിരീടം എത്തിക്കുമോ? കാത്തിരുന്ന് കാണാം.